നിക്ക്. പോവാണോ? എന്റെ മോ സണ്ണിച്ചൻ നിന്റെ കഴുത്തിൽ മിന്നു കെട്ടിയ നേരമാ ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടത്. അവനും നീയും ഒക്കെ പറഞ്ഞത് ഈ പാവം ഞാൻ വിശ്വസിച്ചു. അമ്മച്ചി, ഞാൻ ഇതിനൊന്നും അർഹതപ്പെട്ടവളല്ല. ഞാൻ ആരെന്ത് പറഞ്ഞാലും എന്റെ മോന്റെ മിന്ന് നിന്റെ കഴുത്തിൽ വീണത് മുതൽ നീ നല്ലവളാ. അതെനിക്കറിയാം. ഞാൻ മരിക്കണവരെ എന്റെ മോൾ എന്റെ കൂടെ വേണം. ഞാൻ എങ്ങും വിടില്ല അമ്മച്ചി. എന്റെ പണവും പിടുങ്ങി എന്നെ ജയിലാക്കിയിട്ട് നീ ഇവിടെ വന്ന് സൂയിക്കാണല്ലേ? എന്റെ മോളെ ഒന്നും ചെയ്യരുത്. അവള് ഗർഭിണിയാണ്. മുഹമ്മദ് അലി, നിനക്ക് എന്താ വേണ്ടത്? ഒരു വഴക്കിനോ ബഹളത്തിനോ ഒന്നും എനിക്കിപ്പോ വയ്യ. ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്. നിനക്ക് എന്താ വേണ്ടത് പറ. ഇവളിപ്പോ ഒന്നിനും കൊള്ളില്ല. എന്നാലും ഇവളെ ഞാൻ കൊണ്ടുപോകാം, നിന്നെ സിംഗപ്പൂർ വരുത്താൻ. ഞാൻ ഇനി അങ്ങോട്ടില്ല. നിനക്ക് പണമല്ലേ വേണ്ടത്? എത്ര വേണമെങ്കിലും ഞാൻ തരാം. എന്റെ കമ്പനിയുടെ ഷെയറുകളോ ഞാൻ കമ്മിറ്റ് ചെയ്ത കോൺട്രാക്റ്റുകളോ എന്ത് വേണമെങ്കിലും ഞാൻ തരാം. നീ പറയുന്ന പോലെ ചെയ്യാം, പ്ലീസ്. എനിക്ക് നിന്നെ 5 വർഷങ്ങളായി അറിയാവുന്നതല്ലേ? വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട. ഇവള് മതി. പ്ലീസ്. അവൾ ഗർഭിണിയാണ്. ഐ നോ. എന്തിനാടി മടങ്ങിപ്പോവാൻ നേരം ഈ ഒരു എക്സ്ട്രാ ലഗേജ്? എന്റെ കുഞ്ഞ്, ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. ഞങ്ങളെ വിട്ടേക്ക് പ്ലീസ്. ഇവൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ എനിക്ക് കേൾക്കില്ലേ? വേണ്ട, ഞാൻ പോയിക്കോളാം. ഇല്ല, നിന്നെ ആർക്കാ ഞാൻ വിട്ടുകൊടുക്കുക? സണ്ണി, മുഹമ്മദ് അലി, ഞാൻ പറയുന്നേക്ക് പ്ലീസ്.
തന്നെ വേണം. അരുത് സണ്ണിച്ച, അരുത് പ്ലീസ്. മുഹമ്മദ് അലി, ഞാൻ വെറുതെ പറഞ്ഞതല്ല. നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. നീ പോ. നീ ഞങ്ങളെ വിട്ടേക്ക്. ഇനി നീ ഇവിടെ നിന്നാൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും. നീ പോ. എനിക്ക് ജീവിക്കണം. നിനക്കും ജീവിക്കണ്ടേ? സോറി, ഞാൻ അന്നും ഇന്നും നിന്നെ ഒരു ബ്രദറിനെ പോലെ വിചാരിച്ചിട്ടുള്ളൂ. പ്ലീസ് നീ പോ. ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ.